ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. നന്ദയുടെയും ഗൗതത്തിൻ്റെയും ഇന്നത്തെ കഥയിലായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ കുറേ ചോദ്യം ചെയ്യലിൻ്റെയും വാദിക്കലിൻ്റെയൊക്കെ അവസാനം എല്ലാവരും സമ്മതിക്കുകയാണ് നന്ദയെ ടൂറിന് വിടാനായിട്ട്. അപ്പോൾ ഈ പെണ്ണുങ്ങൾ പാലിക്കേണ്ട മര്യാദയെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗൗതത്തിന് ദേഷ്യം വന്നു. പെണ്ണുങ്ങൾക്ക് മാത്രമല്ല, ആണുങ്ങൾക്കും മര്യാദയുണ്ട്. വലിയൊരു കുടുംബത്തിലെ ആണുങ്ങളിലെ അല്ലേ അച്ഛനും ചെറിയച്ഛനും ഒക്കെ. നിങ്ങൾ പൊതുവായിട്ട് പരസ്യമായിട്ട് ബാർ കയറി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. നമ്മുടെ മഹേശ്വരന് ഉത്തരവില്ല കേട്ടോ, മുണ്ടാണ്ടിങ്ങനെ ഇരിക്കുക. എന്തായാലും ഇതൊത്തിരി ഇഷ്ടപ്പെട്ടു നന്ദയ്ക്ക്. ഇതും പറഞ്ഞ് നന്ദയും ഗൗതം കൊണ്ട് തങ്ങളുടെ റൂമിലേക്ക് വരികയാണ്. ആ സമയത്ത് എന്തായാലും പൊളിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദ ഇവനെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ആരാന്നറിയാവോ അവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ലക്ഷ്മി അമ്മയല്ലേ. ഓ, പഠിച്ചു, എൻ്റെ അമ്മയും ഈ കുടുംബത്തെയും മൊത്തം പഠിച്ചുല്ലോ. അല്ല, എന്തെങ്കിലും മേടിക്കാൻ വല്ലതും ഉണ്ടോ? നിനക്ക് എന്തെങ്കിലും സാധനങ്ങൾ വല്ലതും മേടിക്കാനുണ്ടോ? നാളെ ടൂറിന് പോവല്ലേ? അപ്പോഴേക്കേ പ്രത്യേകിച്ചൊന്നും മേടിക്കാനില്ല. എന്തായാലും നിൻ്റെ പരാതി തീർന്നല്ലോ. നിന്നെ ഒന്നിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിനക്ക് പിങ്കിക്ക് നിന്നോട് ദേഷ്യമാണ് എന്നൊക്കെയാണല്ലോ നീ പറഞ്ഞത്. ഇപ്പോൾ നിനക്ക് മനസ്സിലായല്ലോ നിന്നെ സപ്പോർട്ട് ചെയ്തത് പിങ്കിയാണെന്ന്. ആ സപ്പോർട്ടിന് പിന്നിലെ സത്യമൊക്കെ ഞാൻ പോയി കഴിയുമ്പോഴേക്കും ഗൗതം സാറിന് മനസ്സിലായിക്കോളും. അതെന്താ അപ്പം അങ്ങനെ? അതൊക്കെ മനസ്സിലായിക്കോളും, വഴിയേ മനസ്സിലായിക്കോളും. പിങ്കി ആരെന്നറിയാൻ പോകുന്നേ ഉള്ളൂ എന്ന് നന്ദ ഇങ്ങനെ പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് നന്ദ ചോദിച്ചല്ല, ഞാൻ പോകുന്നതുകൊണ്ട് വിഷമമൊന്നുമില്ലേ? നീ പോകുന്നുണ്ട് എന്ത് വിഷമം? അല്ല, ഞാനിങ്ങനെ ആമ്പിള്ളാരുടെ കൂട്ടത്തിലൊക്കെ പോകുന്നു, അവരുമായിട്ട് തമാശ പറയും, ചിരിച്ച് കളിക്കും, ഒന്നും തോന്നുന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും വിശ്വാസം അതല്ലേ എല്ലാം. എനിക്ക് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നിന്നെ എങ്ങനെയും പഠിപ്പിച്ച് ഡോക്ടറാക്കി എടുക്കുക, നിൻ്റെ അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുക, ഞാൻ കൊടുത്ത വാക്ക് പാലിക്കുക എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തും സഹിക്കാൻ ഞാൻ തയ്യാറാണ്. പിന്നെ എനിക്ക് വിശ്വാസമല്ലേ നിന്നെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നന്ദിയും പറഞ്ഞു, എൻ്റെയും ആ ഒരു വിശ്വാസം തന്നെയാണ് ഗൗതം സാറ് എന്ന് പറഞ്ഞത് ഗൗതത്തിൻ്റെ കയ്യിലേക്ക് പിടിക്കുക. അങ്ങനെ അവരുടെ സന്തോഷകരമായൊരു ഒരു നിമിഷമാണ് പിന്നെ കാണിക്കുന്നത്. പിന്നെ നമ്മുടെ നന്ദ അലക്കിയിട്ട് ഡ്രസ്സൊക്കെ എടുക്കാൻ ചെല്ലുക കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നാളെ കൊണ്ടാവുള്ളതാണ്, ഇതൊക്കെ എടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ അതൊന്നുമില്ല. ഈശ്വരൻ, എൻ്റെ ഡ്രസ്സൊക്കെ എവിടെ? ഒന്നും മേടിക്കണ്ടെന്ന് ഗൗതം സാറിനോട് പറയുകയും ചെയ്തു. എൻ്റെ ഡ്രസ്സൊക്കെ എവിടെ എന്ന് ചോദിച്ചു അവളത് അന്വേഷിച്ച് കിടക്കുകയാണ്. അപ്പോഴേക്കും അതൊക്കെ മടക്കി പറക്കി നല്ല നീറ്റായിട്ട് നമ്മുടെ പിങ്കി കൊണ്ടുവരുന്നുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നന്ദ ആദ്യം ഒന്ന് അന്താളിച്ചെങ്കിലും പിങ്കിയുടെ ഊർജ്ജസ്വലതയുടെ കാര്യകാരണം നമ്മുടെ നന്ദയ്ക്ക് അറിയാലോ. ഇതെല്ലാം നിൻ്റെ ഡ്രസ്സാണ്, ഞാൻ തന്നെ അയൺ ചെയ്തതാണ്. അല്ല, നീ എന്തിനാ ചെയ്തത്? എൻ്റെ ഒരു സന്തോഷത്തിന്, അത്രയേ ഉള്ളൂ. അപ്പോഴേക്കും നന്ദ ചോദിച്ചു, എന്നെ സഹായിക്കുന്നതിൻ്റെ സന്തോഷമാണോ, ഞാനിവിടെ നിന്ന് 2 ദിവസം മാറി നിൽക്കുന്നതിൻ്റെ ആഘോഷമാണോ? അപ്പോഴേക്കും പിങ്കി ഒന്ന് ചിരിക്കുന്നുണ്ട്. അപ്പോൾ നന്ദ ചോദിച്ചു, എന്നെ ടൂറിന് പറഞ്ഞു വിടാൻ വേണ്ടി എനിക്ക് വേണ്ടി വാദിക്കുന്നു, വീട്ടുകാരെ നിർബന്ധിക്കുന്നു, ഇപ്പം ദേ എൻ്റെ തുണികൾ സ്വയം എടുത്തുകൊണ്ട് പോയി ഇസ്തിരിയൊക്കെ ഇട്ട് തരുന്നു, ഇതിലൊന്നുമില്ലേ? അപ്പോഴേക്കും നമ്മുടെ ഈ പിങ്കി മനസ്സിലോർക്കുക, നീ മാറി നിൽക്കുന്ന ദിവസം വേണം എൻ്റെ ലക്ഷ്യത്തിന് അടിത്തറപ്പാകാനായിട്ട്, തുടക്കം കുറിക്കാനായിട്ട്. അപ്പോഴേക്കും നന്ദി ചോദിച്ചു, എന്താ ആലോചിച്ച് കൂട്ടുന്നത്? അങ്ങനെയല്ല, ആത്മാർത്ഥമായിട്ടാണ് പിങ്കി ഇതൊക്കെ ചെയ്യുന്നത് എന്ന് എന്നെ ബോധ്യപ്പെടുത്താനുള്ള ന്യായം വല്ല ആണോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോഴേക്കും പിങ്കി പറഞ്ഞു, നീ പറഞ്ഞത് തന്നെയാണ് സത്യം, പക്ഷേ നിനക്ക് തെറ്റി. വെറും 2 ദിവസത്തേനും മാത്രമല്ല, 2 ദിവസം സന്തോഷമല്ല, ഞാൻ ചോർത്ത് തന്നെയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നീ നല്ലപോലെ പഠിക്കണം, നീ പഠിച്ച് MBBS എടുക്കണം, നീ വലിയൊരു ഡോക്ടർ ആകണം, നീ സ്റ്റഡി ടൂറിന് പോകണം. ഇതിനൊക്കെ നടക്കണമെങ്കിൽ നീ സ്റ്റഡി ടൂറിന് പോകണം. ഇതെല്ലാം ഒരു ഡോക്ടറായി നീ ഗൗതത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് പോകും. നിങ്ങളുടെ ഡീൽ അവസാനിക്കുമല്ലോ, പിന്നെ തീർന്നില്ല എല്ലാം. അപ്പോഴേക്കും നന്ദ മനസ്സിലിങ്ങനെ ചിരിക്കുക കേട്ടോ. ആ ഡീലൊക്കെ എപ്പോഴേ പൊട്ടി, നീ അതൊന്നും അറിയാത്തതാണ്, നീ വെറും പൊട്ടിയായി പോയല്ലോ എന്നൊക്കെ നന്ദ ഇങ്ങനെ മനസ്സിലോർക്കുകയാണ്. നിൻ്റെ കാത്തിരിപ്പ് വെറും വേസ്റ്റാ പിങ്കി, വെറും വേസ്റ്റ് എന്നൊക്കെ നന്ദ മനസ്സിലോർക്കുക. അപ്പോൾ പിങ്കി ചോദിച്ചു, എന്താ ഈ ആലോചിക്കുന്നത്? ഞാൻ ഈ പറഞ്ഞപ്പോൾ സ്റ്റഡി ടൂർ ക്യാൻസൽ ചെയ്യാൻ ഓർക്കുകയാണോ? 2 ദിവസത്തെ കാര്യമല്ലേ, പിങ്കിക്ക് എന്തെങ്കിലും നടത്താൻ പറ്റുമെങ്കിൽ പിങ്കി അങ്ങോട്ട് നടത്തുക കേട്ടോ. അതാണ് ഞാനും പിങ്കിയെ വെല്ലുവിളിക്കുന്നത്. അപ്പോഴേക്കും പിങ്കി പറഞ്ഞു, നീ ഇല്ലാത്ത ഈ 2 ദിവസം വെറും 2 ദിവസത്തേക്കല്ല ഗൗതത്തെ എനിക്ക് സ്വാതന്ത്ര്യത്തോടെ വേണ്ടത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നീ MBBS ആയി ഡോക്ടറായി പോയതിന് ശേഷം എൻ്റെ ബാക്കിയുള്ള ജീവിതകാലത്തേക്ക് മുഴുവനും ഗൗതത്തെ എനിക്ക് വേണം, പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി ഈ വീട്ടിൽ തന്നെ എന്നൊക്കെ പറഞ്ഞ് അതൊന്നും ഞാൻ വിട്ടുകളയില്ല, ആ അവസരങ്ങളൊന്നും ഞാൻ വിട്ടുകളയില്ല. അപ്പോഴേ ഈ തുണി അങ്ങോട്ട് പിടിക്കുക എന്നും പറഞ്ഞിട്ട് ആ തുണി അവളുടെ കയ്യിലേക്ക് കൊടുത്ത് പിങ്കി അങ്ങ് പോവുക. എന്നിട്ട് നന്ദയാണെങ്കിൽ തുണി പിടിച്ചുകൊണ്ട് നിന്നിട്ട് ചിരിക്കുക കേട്ടോ. എന്ത് മനോഹരമായ പിങ്കിയുടെ നടക്കാത്ത സ്വപ്നമെന്ന്.
ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ നന്ദ എന്ത് ചെയ്തു, ഗൗതത്തിൻ്റെ അരികിലേക്ക് ചെന്നു. ഗൗതം എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നന്ദ ടീച്ചർ അവിടെ പഠിപ്പീര് തുടങ്ങിയിട്ടാണ്. നന്ദ ടീച്ചർ വന്നിട്ട് പറഞ്ഞു, അതെ ഈ 2 ദിവസം ഞാൻ പോയി കഴിയുമ്പോഴേക്കും എന്തൊക്കെ ചെയ്യണ്ട, എന്തൊക്കെ ചെയ്യരുത്, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അതൊന്നും പാലിച്ചില്ലെങ്കിൽ എന്താ ശിക്ഷ എന്നറിയാലോ. അപ്പോഴേക്കും അവൻ പറഞ്ഞു, ആ ചൂരൽ കഷായം എവിടെ കിട്ട്, ദാ ഇവിടെ കിട്ട് എന്നും പറഞ്ഞിട്ട് തുടക്കിട്ട് നല്ല തല്ല് കിട്ടുമെന്ന രീതിയിൽ ഗൗതം അപ്പം അങ്ങനെ വേണം, മെഡിസിൻസൊക്കെ കൃത്യമായിട്ട് കഴിക്കണം. അല്ല ഇത് ടീച്ചറാണോ ഡോക്ടറാണോ? അപ്പോഴേക്കും നന്ദ പറഞ്ഞു, രണ്ടും കൂടെ ചേർന്നതാ ടീച്ചർ. അപ്പോഴേക്കും ഗൗതം ചിരിക്കുക കേട്ടോ. അപ്പോൾ നന്ദ പറഞ്ഞു, പിന്നെ പിങ്കി അവളെ കണ്ട ഭാവം പോലും നടിച്ചേക്കല്, അവൾ സകല അടവും പയറ്റിന്നിരിക്കും. വിശ്വാമിത്ര മഹർഷിയെ മനസ്സിൽ ധ്യാനിച്ച് അങ്ങോട്ട് കണ്ണ് തുറക്കാതെ തപസ് ചെയ്തോണം. വല്ല പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ പിങ്കിയെ കുത്തുകസി കുടുക്കി 2 ദിവസം ലോക്കപ്പിൽ അങ്ങ് ഇട്ടോണം. ജാമ്യം കിട്ടരുത്. ആ വിധത്തിൽ വേണം വകുപ്പ് എഴുതാനായിട്ട്. ആയിക്കോട്ടെ ടീച്ചർ. അല്ല ടീച്ചർ, സ്ത്രീപീഡനം പോലെ പുരുഷപീഡനം ഒരു ക്രിമിനൽ ഒഫൻസ് അല്ലല്ലോ. അവളെന്നെ ഉപദ്രവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ എന്തെങ്കിലും ചെയ്യാനായിട്ട്, എന്നാൽ വേറൊരു പണിയുണ്ട്, അത് ചെയ്യണം. ACP ഓഫീസിൽ ഡേയും നൈറ്റും ഗൗതം സാറ് ഡ്യൂട്ടി ചെയ്യണം. വീട്ടിലേക്ക് വരിക ചെയ്യരുത്. അശ്ശോ, അതും പാടാ. ടീച്ചറല്ല, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അത് തീരുമാനിക്കുന്നത്. അയ്യോ, ഈ പിങ്കി എന്നുള്ള മാരണത്തിന് ഗൗതം സാറിനെ ഞാൻ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യും? അപ്പോഴേക്കും ഗൗതം ചിരിച്ചു. എന്താ അത്രയ്ക്ക് ടെൻഷനാണോ? അപ്പം എന്നെ വിശ്വാസമില്ല അല്ലേ എന്ന് ഗൗതം ചോദിച്ചപ്പോൾ ഗൗതം സാറിന് എനിക്ക് വിശ്വാസം, അപ്പം എനിക്ക് പിങ്കിയെ ഒട്ടും വിശ്വാസമില്ല, അവളെ വിശ്വസിക്കാൻ കൊള്ളില്ല. അപ്പോഴേക്കും ഗൗതം ചിരിക്കുക കേട്ടോ. അപ്പോഴേക്കും ഗൗതം പറഞ്ഞു, അതെ നന്ദ എന്നെ മാത്രം വിശ്വസിച്ചാൽ മതി, ഞാനല്ലേ ഉള്ളത്. അതിന് വേണ്ടിയിട്ട് പോകുമ്പം നന്ദയ്ക്ക് എൻ്റെ ഹൃദയം കൂടി ഈ കൈവേള വെച്ച് അങ്ങോട്ട് തരാം. എന്തേ? അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ. എന്നാ ഹൃദയം തന്നേരെ, പിന്നെ ഞാൻ എൻ്റെ ഹൃദയം ഇവിടെ തന്നിട്ട് പോകാം കേട്ടോ എന്നൊക്കെ നന്ദ പറഞ്ഞു. പിന്നെ നമ്മൾ ഹൃദയം കൈമാറിയ കാര്യം പിങ്കി അറിയണ്ട. അങ്ങനെയാണെങ്കിൽ അവൾ എൻ്റെ കൂടെ വന്ന് സ്റ്റഡി ടൂറിന് അങ്ങോട്ട് കയറി പോരും. അപ്പോഴേക്കും ഗൗതം ചിരിക്കുക കേട്ടോ, നന്ദയും ചിരിക്കുക, പൊട്ടിച്ചിരിക്കുക 2 പേരും. എന്തായാലും ആ നാശം പിടിച്ചവൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് സമാധാനവും സ്വസ്ഥതയും കിട്ടുമെന്ന് മോഹിനി പിങ്കിയോട് പറയുകയാണ്. അപ്പോൾ പിങ്കി മനസ്സിലോർക്കുക, സന്തോഷം എനിക്കുണ്ടാകും, ഒത്തിരി സന്തോഷം. അപ്പോൾ പിങ്കിക്കും സന്തോഷം എന്ന് എനിക്കറിയാം എന്ന് മോഹിനി പറഞ്ഞപ്പോൾ പിങ്കി ഇങ്ങനെ മനസ്സിലാലോചിക്കുകയാണ്. അവൾ പൂർണ്ണമായിട്ടും പോയാൽ മാത്രമേ എനിക്ക് ഫുൾ സന്തോഷം കിട്ടുകയുള്ളൂ, സമ്പൂർണ്ണ സന്തോഷം കിട്ടുകയുള്ളൂ എന്നൊക്കെ ആലോചിക്കുക. അവൾ പറയുന്നില്ല കേട്ടോ. അപ്പം മോഹിനി ചോദിച്ചു, മോൾ എന്ത് ഈ ആലോചിക്കുന്നത്? അല്ല എനിക്ക് മനസ്സിലാവാത്തത്, പിങ്കി മോൾ എന്തിനാ ഇന്ന് നന്ദയ്ക്ക് വേണ്ടി വാദിച്ചത്? അല്ല നന്ദയോട് ലോഹ്യം തോന്നി തുടങ്ങിയോ? അപ്പോഴേക്കും പിങ്കി പറഞ്ഞു, ഞാനും ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നില്ലേ, പഠിക്കുന്നവരുടെ ആഗ്രഹത്തെ അവസരത്തെ ഒന്നും നമ്മൾ ഒരിക്കലും തള്ളിക്കെടുത്താൻ പാടില്ല, അതുകൊണ്ട് വേണ്ടിയിട്ടാണ്. അവൾ പോട്ടെ, മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞു പിങ്കി. പിന്നെ മോഹിനിക്കറിയാം, പിന്നെ എനിക്കറിയാടി നിന്നെ എന്ന് മോഹിനി മനസ്സിലിങ്ങനെ ഓർക്കുക. മോഹിനി അതിനേക്കാൾ വലിയ വളഞ്ഞ വിത്താണ്. മോളെ, നമ്മുടെ കുടുംബത്തോട് ഒട്ടും ചേർന്ന് പോകുന്നൊരു പെണ്ണേ അല്ല നന്ദ. അതെ, 1-2 ദിവസത്തേക്കല്ല, അവൾ എന്നേക്കുമായിട്ട് ഇവിടെ നിന്ന് പോകുന്നതാണ് ഈ കുടുംബത്തിന് ഏറ്റവും നല്ലത്. അന്ന് ആ ജാതകദോഷത്തിൻ്റെ പ്രശ്നം വന്നില്ലായിരുന്നെങ്കിൽ അവളുടെ സ്ഥാനത്ത് പിങ്കി മോളായിരുന്നേനെ. എല്ലാം വിധി. ഈ അർജുന ഓർത്ത് വിഷമിക്കേണ്ട കാര്യവും മോൾക്കുണ്ടാവില്ലായിരുന്നു. എന്തായാലും ഞാൻ ഇത്തിരി കടത്തി അങ്ങോട്ട് പറയുക മോളെ, ദൈവം പൊറുക്കട്ടെ. അർജുന് വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അയ്യോ അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ, അഥവാ ഇനി അർജുന് വല്ലതും സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതുപോലെ തന്നെ നന്ദ ഇവിടെ നിന്ന് ഒരുമ്പോക്ക് അങ്ങോട്ട് പോവുകയാണെങ്കിലോ, പിന്നെ മോള് രക്ഷപ്പെട്ടില്ലേ. ഗൗതത്തിനോടൊപ്പം മോൾക്ക് സന്തോഷമായിട്ട് സമാധാനമായിട്ടും ജീവിക്കത്തില്ലേ. ജാതകദോഷം കൊണ്ട് അന്ന് മാറിപ്പോയതിനെക്കുറിച്ച് നമുക്ക് ഒന്നുകൂടി ഒന്ന് ആലോചിക്കാം അല്ലേ. പിങ്കിക്ക് ഇത് കേട്ട് സന്തോഷമായെങ്കിലും എന്നാലും അമ്മായി അങ്ങനെയൊന്നും പറയല്ല അമ്മായി, അങ്ങനെ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാൻ പാടണ്ടോ എന്നൊക്കെ വലിയ പുണ്യവാളത്തിൽ ചമഞ്ഞ് ചോദിക്കുകയാണ്. അങ്ങനെയൊന്നും പറയരുതെന്ന്. എന്നാലും മോളെ, നമ്മൾ കൈയും കെട്ടിയിരുന്നിട്ട് കാര്യമില്ല. കിട്ടുന്ന അവസരങ്ങളൊക്കെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് വേണ്ടി വേണം നമ്മൾ ഉപയോഗിക്കാൻ. കിട്ടുന്ന ഓരോ അവസരവും മോൾ പാഴാക്കരുത്. ഇതും നല്ലൊരു അവസരമാക്കി മോൾ എടുക്കണം. മോൾക്ക് ഞാൻ പറയുന്നതൊക്കെ മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ പിങ്കി ഒന്ന് പുഞ്ചിരിക്കാം. പിങ്കിയുടെ ഉള്ളിലിപ്പോൾ മോഹിനിക്കും അറിയാം, പിന്നെ മോഹിനിയുടെ ഉള്ളിലിപ്പോൾ പിങ്കി നല്ലതുപോലെ അങ്ങോട്ട് പറയുകയും മോഹിനിയുടെ ഉള്ളിലിപ്പോൾ മോഹിനി അത് പറയുകയും ചെയ്യും. എന്തായാലും പവിത്രയ്ക്ക് പറ്റിയൊരു അമ്മായിയമ്മ തന്നെയാണ് നമ്മുടെ മോഹിനി. എന്തായാലും പിറ്റേ ദിവസം രാവിലെ ആയി നന്ദ പോകാനൊക്കെ ആയിട്ട് റെഡിയാവുകയാണ് നമ്മുടെ ലക്ഷ്മി അമ്മ. അവൾക്ക് ചന്ദനക്കുറിയൊക്കെ തൊട്ട് കൊടുത്ത് പോകാൻ യാത്രയായി കാണാം. എല്ലാവരും ഉണ്ട് കേട്ടോ.
പിന്നെ ഈ 2 ദിവസത്തേന് അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇവക്ക് ലക്ഷ്മി അമ്മ എടുത്തു കൊടുത്തിട്ടുണ്ട്. കാച്ചിയ എണ്ണ എടുത്തു കൊടുത്തിട്ടുണ്ട്, അതുപോലെ ചെറുപയർ പൊടി, ഇങ്ങനെ ഉള്ള സാധനങ്ങളൊക്കെ. എന്നിട്ട് അതൊക്കെ ഉപയോഗിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുക. നന്ദ എല്ലാവരോടും യാത്ര പറയുക. ചെറിയമ്മേ, അച്ഛ, എല്ലാവരോടുമായിട്ട് ഞാൻ പോയിട്ട് വരട്ടെ. പോയിട്ട് വാ. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക, ഇന്ത്യവരത്തിലെ പെണ്ണാണെന്നുള്ള ബോധം അതെപ്പോഴും ഓർമ്മ വേണം. അപ്പോഴേക്കും നന്ദ, അച്ഛാ, അയ്യോ ഞാനൊന്നും പറയുന്നില്ലേ, വല്ലതും അറിയാതെ മിണ്ടിപ്പോയാൽ പിന്നെ എൻ്റെ മോൻ എന്നെ കീറി പോസ്റ്റ്മോർട്ടം ചെയ്ത് ഭിത്തിയിലൊട്ടിക്കും. മോള് പോയിട്ട് വാ, ചെല്ല എന്നും പറഞ്ഞു നമ്മുടെ മഹേശ്വരൻ. അപ്പോഴേക്കും നന്ദി ലക്ഷ്മി അമ്മയോട്, അമ്മ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ ട്രിപ്പിന് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒരാളുണ്ട് ഇവിടെ. അതാരാ? പിങ്കി അന്നേരം അവിടെ സൈഡിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. എൻ്റെ തുണിയൊക്കെ അയൺ ചെയ്ത് തന്നത് പിങ്കിയാണ്. താങ്ക് യു പിങ്കി. അപ്പോഴേക്കും പിങ്കി ഫ്രണ്ടിലേക്ക് വരികയാണ് കേട്ടോ. അതുമാത്രമല്ല, 10 ആളുടെ മുമ്പിൽ ഇന്ത്യവരത്തിലെ കുട്ടി നല്ല പോഷായിട്ട് തന്നെ ചമഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ തന്നിട്ടുണ്ട്. ഈ മാലയും കൂടി അങ്ങോട്ട് നിൻ്റെ കഴുത്തിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ടൊരു മാല കൊടുക്കുകയാണേ. ഞാൻ റിസർച്ച് ട്രാവലറിന് പോകുമ്പോൾ ധരിക്കാറുള്ള മാലയാണ്, തടസ്സങ്ങളൊക്കെ ഒഴിഞ്ഞു തരുന്നൊരു മാലയാണ്, എനിക്ക് അനുഭവം ഉള്ളതാണ് എന്നും പറഞ്ഞ് നന്ദയുടെ കയ്യിലേക്ക് കൊടുക്കുക. അല്ല, ഇതിപ്പോൾ എൻ്റെ കയ്യിൽ തന്നത് 2 ദിവസത്തേക്ക് പിങ്കിയുടെ ആഗ്രഹം സാധിച്ചതിനുള്ള പ്രത്യുപകാരമായിട്ടായിരിക്കും അല്ലേ? അപ്പോഴേക്കും പിങ്കി പറഞ്ഞു, നന്ദയുടെ ഒബ്സർവേഷൻ അതാണെങ്കിൽ ഞാൻ എന്തിനതിനെ എതിർക്കണം? അപ്പോഴേക്കും നന്ദ മനസ്സിൽ ഇങ്ങനെ തലയാട്ടാണ്, മനസ്സിലോർത്തുകൊണ്ട് ഒന്നും നടക്കാൻ പോണില്ലാടി ഒന്നും. അപ്പോൾ നന്ദയുടെ വിശ്വാസം നന്ദയെ രക്ഷിക്കട്ടെ എന്ന് നമ്മുടെ പിങ്കിയും മനസ്സിലോർക്കുമല്ലേ. പതുക്കെ പുറപുറുക്കുന്ന രീതിയിലാണ് രണ്ടുപേരും പറയുന്നത്. എന്നാൽ പോയിട്ട് വാ, എന്നാൽ നന്ദ പെട്ടെന്ന് ചെല്ല. അപ്പോൾ ഗൗതമൻ വിളിച്ച്, ബാന്നമ്മ എനിക്ക് ഡ്യൂട്ടിക്ക് കയറാനുണ്ട്. പിന്നെ പോകുന്നതിന് മുമ്പ് പിങ്കി തന്നെയാണ് നന്ദയുടെ കയ്യിലേക്ക് ബാഗൊക്കെ എടുത്ത് കൊടുക്കുന്നത്. എന്തൊക്കെയോ രണ്ടുപേരും മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നന്ദയൊക്കെ പോയതിന് ശേഷം നമ്മുടെ പിങ്കി ഇങ്ങനെ വിചാരിക്കുകയാണ്, എങ്ങനെ ഗൗതത്തിൻ്റെ മനസ്സിലേക്ക് കയറി പറ്റുമോ. എന്നിട്ട് സാന്ദ്രയെ വിളിക്കുകയാണ്, കൂട്ടുകാരിയെ വിളിക്കുകയാണ്. കൂട്ടുകാരിയും നല്ല ഉപദേശങ്ങൾ തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. അവിടെ നിന്നിട്ട് കാര്യമില്ല, പുറത്തേക്ക് പോകണം. അവിടെ നിന്നാൽ ഇതൊന്നും നടക്കാൻ പോകണില്ല. അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊന്നും നടക്കില്ല. നിങ്ങൾ പുറത്തേക്ക് ഔട്ടിങ്ങിനായിട്ടോ അങ്ങനെ എന്തിനേലും ഗൗതം സാറിനെ കൂട്ടി പോകണം. രാമേശ്വരത്തെ നിങ്ങളുടെ പ്രണയ നിമിഷങ്ങളൊക്കെ ഗൗതത്തിൻ്റെ മനസ്സിലേക്ക് നീ കോരി നിറക്കണം എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുക. ഓക്കെ പ്രശ്നം അതല്ല, ഗൗതം എൻ്റെ കൂടെ പുറത്തേക്ക് വരാൻ തയ്യാറാകുമെന്നാണ് എനിക്കറിയില്ലാത്തത്. എന്തായാലും അതിനുള്ള വഴി നീ തന്നെ കണ്ടുപിടിക്കാനായിട്ട് സാന്ദ്ര പറഞ്ഞു. അപ്പോഴേക്കും പിങ്കി ഇങ്ങനെ ആലോചിക്കുക, അർജുൻ്റെ മിലിറ്ററി ഹെഡ് ക്വാർട്ടേഴ്സിലെ പേപ്പറുകൾ. ആ പേപ്പറുകളുമായി ബന്ധപ്പെട്ടിട്ട് ഗൗതത്തിനെയും കൂട്ടി പോകാം. എന്തായാലും അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് ഉണ്ടാനായിട്ട് ഗൗതത്തെ ലക്ഷ്മി വിളിച്ച് വരുത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ഇച്ചിരി കഞ്ഞിക്ക് വേണ്ടിയിട്ട് എന്നെ ഇങ്ങനെ വിളിച്ച് വരുത്തരുത്, ഡ്യൂട്ടി കിടക്കി വരാൻ പറ്റില്ല, ഞാൻ ഇനി ഇങ്ങനെ വരില്ലാട്ടോ എന്നൊക്കെ ഗൗതം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഗൗതം ഫുഡൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി ചോദിച്ചു, നന്ദ വിളിച്ചോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അതിന് അവൾ പോയിട്ട് കുറച്ച് നേരം അല്ലേ ആയുള്ളൂ. അവൾ അവിടെ ചെന്നിട്ട് വിളിക്കും, ഞാൻ അവളെ വിളിച്ചോളാം. അപ്പോഴേക്കും നമ്മുടെ പിങ്കി റെഡിയായിട്ട് ഇറങ്ങി വരിക, ഗൗതം എന്നൊക്കെ വിളിച്ചുകൊണ്ട്. ഞാനും വന്നോട്ടെ, എന്നെ ആ മിലിറ്ററി ഓഫീസിലൊന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അരുന്ധതിയൊക്കെ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഗൗതം ചോദിച്ചു, അവിടെ എന്താ? അല്ല, അന്ന് ഡൽഹിയിലേക്കുള്ള പോക്ക് നിൻ്റെ ഭാര്യയുടെ സൽപ്രവൃത്തി കാരണം മുടങ്ങിപ്പോയല്ലോ. എന്തായാലും ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പോയി പിങ്കി ഒപ്പിടേണ്ട പേപ്പറൊക്കെ അവിടെ മിലിറ്ററി ക്യാമ്പിൽ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോഴേക്കും ലക്ഷ്മിക്ക് കാര്യം മനസ്സിലായിട്ടോ. ഗൗതം അതവിടെ പോയെന്ന് ഒപ്പിട്ടേക്കാന്ന് ഞാൻ വിചാരിച്ചതാ. ഗൗതം എന്തായാലും ആ വഴിയാണല്ലോ പോണത്. അപ്പോൾ ഗൗതം പറഞ്ഞു, അയ്യോ പിങ്കി, ഞാനിപ്പോൾ അമ്മയോട് പറഞ്ഞതേ ഉള്ളൂ. പി എം വരുന്നതിൻ്റെ സെക്യൂരിറ്റി ഒരുക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു ഞാൻ. ഒരു കാര്യം ചെയ്യും പിങ്കി, ഇപ്പം തന്നെ ഒരു ടാക്സി ഞാൻ വിളിച്ചു തരാം. അയ്യോ ഗൗതം, ഈ പട്ടാളക്കാരുടെയൊക്കെ അടുത്ത് ഞാൻ എങ്ങനെ തന്നെ പോകാനാ? ഗൗതം കൂടി ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ചൊരു കോൺഫിഡൻസ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഗൗതത്തിനൊപ്പം പോകാനായിട്ട് അവസാനം ഗൗതത്തിന് വേറെ നിർവാഹമില്ലല്ലോ, ഗൗതം പോകാനായിട്ട് സമ്മതിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സി ഓക്കെ, താങ്ക് യു.